പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ഒരു തിരക്കിലായിരിക്കുമെന്നറിയാം. അപ്പോൾ ഇന്ത്യയിലെ ദന്താരോഗ്യ സേവനങ്ങളുടെ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഫിനാൻസിംഗ് ഡെന്റൽ സർവീസസ് ഇൻ ഇന്ത്യ, ഈയൊരു വിഷയം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? പേടിക്കേണ്ട, നമുക്ക് ഈ വിഷയം വളരെ ലളിതമായിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പാകത്തിനൊന്ന് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ചികിത്സാ ചെലവൊക്കെ ഇങ്ങനെ കൂടുന്നത്? ആളുകൾക്ക് എന്തുകൊണ്ടാണ് അത് താങ്ങാൻ പറ്റാതെ വരുന്നത്? അപ്പോൾ ഈ പണം നൽകുന്ന രീതികൾ ഇതിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടൊന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ഒരു പണമടയ്ക്കൽ രീതിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഫീ ഫോർ സർവീസ് എന്ന് പറയും. അതെ, ഇതൊരു 2 പാർട്ടി സിസ്റ്റമാണ്. അതായത് രോഗിയും പിന്നെ ഡോക്ടറും. ഒന്നാം പാർട്ടിയും രണ്ടാം പാർട്ടിയും. അതെ, നിങ്ങളൊരു സേവനം വാങ്ങുന്നു, അതിന് നേരിട്ട് പണം കൊടുക്കുന്നു. വളരെ സിമ്പിൾ. വളരെ സിമ്പിൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്ന പോലത്തെ ഒരു ഇടപാടാണ്. നിങ്ങൾ ഡോക്ടറുടെ സേവനം, അതായത് സർവീസ് വാങ്ങുന്നു, അതിനുള്ള ഫീസ് കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഈ പഠനരേഖകൾ നോക്കുമ്പോൾ ഒരു കണക്ക് കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു 90–95% ഡെന്റൽ ചികിത്സാ ചെലവും ആളുകൾ സ്വന്തം കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. അതെ, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, OPE. ഇത് വളരെ ഉയർന്നൊരു കണക്കല്ലേ? തീർച്ചയായും. ഇതിന് ചില ഗുണങ്ങളൊക്കെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് പണ്ടേ ശീലിച്ചൊരു രീതിയാണ്. പിന്നെ ഡോക്ടറെ സംബന്ധിച്ചാണെങ്കിൽ ഭരണപരമായിട്ടൊക്കെ ഇത് വളരെ എളുപ്പമാണ്. വേറെ പേപ്പർ വർക്കുകളൊന്നുമില്ല. ശരിയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ ചികിത്സാ ചെലവ് പലർക്കും താങ്ങാൻ പറ്റില്ല. അപ്പോ എന്ത് സംഭവിക്കും? സഹിക്കാൻ പറ്റാത്ത വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ വരുമ്പോൾ മാത്രം ആളുകൾ ഡോക്ടറെ കാണാൻ വരും. അപ്പോൾ ആ ഒരു പ്രിവെന്റീവ് കെയറിന്റെ, അതായത് പ്രതിരോധ ചികിത്സയുടെ പ്രാധാന്യം അവിടെ കുറഞ്ഞു പോവുകയാണല്ലേ? തീർച്ചയായും. ഒരു 6 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ചെക്കപ്പിനോ പോവാൻ ആളുകൾക്ക് മടിയാവും. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ വെറുതെ കാശ് കളയുന്നേ എന്നൊരു ചിന്ത വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്കൊരു മൂന്നാമത്തെ ആളെ കൊണ്ടുവരാം, ഒരു തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി പേയ്മെന്റ്. ഇവിടെയാണ് രോഗിക്കും ഡോക്ടർക്കുമിടയിലേക്ക് പണം കൊടുക്കാനായിട്ട് ഒരു സ്ഥാപനം വരുന്നത്. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ സർക്കാരോ ആകാം. അതെ, അവർ ഡോക്ടർക്ക് പണം നൽകുന്നു. അപ്പോ ഇന്ത്യയിലെ പ്രധാനമായിട്ടും 2 തരം തേർഡ് പാർട്ടി സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് സർക്കാർ പദ്ധതികൾ, പിന്നെ സ്വകാര്യ ഇൻഷുറൻസ്. പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതികളെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. തീർച്ചയായും. അതിലേറ്റവും പ്രധാനം CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ളത്. അതെ. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ചികിത്സയ്ക്കും സർക്കാർ ഒരു പാക്കേജ് റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, ഇപ്പോ ഒരു റൂട്ട് കനാൽ ചികിത്സയ്ക്ക് സർക്കാർ നിശ്ചയിച്ച നിരക്ക് ഏകദേശം ഒരു 1700 മുതൽ 2500 വരെയൊക്കെയാണ്. ഒരു മിനിറ്റ്, 1700നോ? ഇന്നത്തെ കാലത്ത് ഒരു റൂട്ട് കനാൽ ചികിത്സയ്ക്ക് അത് വളരെ കുറവല്ലേ? അവിടെയാണ് പ്രശ്നം. ഈ നിരക്കുകൾ പൊതുവിപണിയിലേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല നിലവാരമുള്ള പല സ്വകാര്യ ക്ലിനിക്കുകളും ഈ പദ്ധതിയിൽ ചേരാൻ മടിക്കും. അപ്പൊ രോഗിക്ക് ഓപ്ഷൻസ് കുറയും. അതെ. ഇതുപോലെ വിരമിച്ച സൈനികർക്ക് വേണ്ടിയുള്ളതാണ് ECHS, എക്സ് സർവീസ്മെൻ കൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. പിന്നെ ഫാക്ടറി തൊഴിലാളികൾക്കു വേണ്ടിയുള്ള ESIS. അതെ, ESIS, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ളവർക്ക്. ചില സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ പദ്ധതികളുമുണ്ട്. ഉണ്ട്. കേരളത്തിലെ മന്ദഹാസം പദ്ധതി ഒരു നല്ല ഉദാഹരണമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതി. അതെ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ശരി, ഇനി നമുക്ക് സ്വകാര്യ ഡെന്റൽ ഇൻഷുറൻസിന്റെ കാര്യമെടുക്കാം. നിങ്ങളുടെ പഠനരേഖകൾ പറയുന്നത് ഇന്ത്യയിൽ ഇതൊരു പ്രത്യേക പോളിസിയായിട്ട് അധികം കിട്ടാനില്ലെന്നാണ്. കിട്ടാനില്ല. സാധാരണയായിട്ട് ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടെ വരുന്ന ഒരു ചെറിയ ആഡ് ഓൺ മാത്രമാണ്. അപ്പോ അതിന്റെ പരിരക്ഷ അഥവാ കവറേജ് വളരെ കുറവായിരിക്കുമല്ലോ? വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് ക്ലീനിംഗ്, അടയ്ക്കൽ പോലുള്ള ചികിത്സകൾക്കൊക്കെ വർഷത്തിൽ ഒരു 5000 അല്ലെങ്കിൽ 10000 ഒക്കെ ആയിരിക്കും കിട്ടുക. അതുപോലെ ഈ പോളിസി എടുത്ത് കുറച്ചുകാലം കഴിഞ്ഞാലല്ലേ ആനുകൂല്യങ്ങൾ കിട്ടൂ? അതെ, അതിനാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സാധാരണ 2–3 വർഷമൊക്കെ കഴിയും. പിന്നെ പ്രധാനമായും കവറേജ് കിട്ടുന്നത് അപകടങ്ങൾ മൂലം ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടി വരുന്ന ചികിത്സകൾക്കായിരിക്കും, അല്ലേ? അതെ, അങ്ങനെയുള്ള കേസുകൾക്കാണ് കൂടുതൽ കവറേജ് കിട്ടുക. ഇവിടെ TPA എന്നൊരു വിഭാഗത്തെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ.
അത് പ്രധാനാണ്. ഒരു ഇൻഷുറൻസ് ക്ലെയിം വരുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് ഈ TPA ആണ്. അവരുടെ പ്രധാന ജോലി എന്താണ്? ചികിത്സ സൗന്ദര്യവർദ്ധക ആവശ്യത്തിനല്ല, അതായത് കോസ്മെറ്റിക് അല്ല, മറിച്ച് വൈദ്യശാസ്ത്രപരമായിട്ട് അത്യാവശ്യമായിരുന്നു എന്ന് ഉറപ്പാക്കുക. അതാണ് അവരുടെ പ്രധാന ജോലി. ഓക്കെ. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് പണമടയ്ക്കാനുള്ള രീതികളും മാറുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പുതിയ ചില രീതികൾ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എമർജിംഗ് മോഡൽസ് എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങളുടെ ഉത്തരത്തിന് ഒരു പ്രത്യേക മൂല്യം നൽകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡെന്റൽ മെമ്പർഷിപ്പ് പ്ലാനുകൾ. ഡെന്റൽ മെമ്പർഷിപ്പ് പ്ലാനുകളോ? അതെ, ക്ലോഡ് ഡെന്റൽ പോലെയുള്ള വലിയ ഡെന്റൽ ശൃംഖലകളാണ് ഇത് കൂടുതലായിട്ടും ഓഫർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഒരു വാർഷിക ഫീസ്, ഉദാഹരണത്തിന് ഒരു 1000 രൂപ അടയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ ആ വർഷം മുഴുവൻ കൺസൾട്ടേഷനും എക്സ്റേയുമൊക്കെ സൗജന്യമായിരിക്കും. മറ്റ് ചികിത്സകൾക്ക് ബില്ലിലൊരു നിശ്ചിത ശതമാനം ഇളവും കിട്ടും. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ പുസ്തകങ്ങളിൽ പഠിക്കുന്ന ഏതെങ്കിലും ആശയവുമായി ഇതിന് ബന്ധമുണ്ടോ? തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന ക്യാപിറ്റേഷൻ എന്ന ആശയത്തിന്റെ ഒരു പുതിയ രൂപമാണ്. ക്യാപിറ്റേഷൻ, അതായത് ഒരു രോഗിക്കു വേണ്ടി ഒരു നിശ്ചിത തുക ഡോക്ടർക്ക് മുൻകൂട്ടി ലഭിക്കുന്നു. പെർ ഹെഡ് ഒരു എമൗണ്ട്. മനസ്സിലായി. അപ്പോൾ ഇവിടെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കാൻ ഡോക്ടർക്കൊരു താൽപ്പര്യം വരും. കാരണം രോഗിക്ക് ചികിത്സ വേണ്ടി വന്നാലും ഇല്ലെങ്കിലും ഡോക്ടർക്ക് ആ മെമ്പർഷിപ്പ് ഫീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രിവെന്റീവ് കെയറിനെ പ്രോത്സാഹിപ്പിക്കും. എക്സാക്ട്ലി. ഇനി മറ്റൊന്ന്, ഈ ഇംപ്ലാന്റ്, ഓർത്തോഡോണ്ടിക്സ് പോലെയുള്ള വലിയ ചെലവുള്ള ചികിത്സകൾക്ക് പണം കണ്ടെത്താനുള്ള വഴികൾ. അവിടെയാണ് ഫിൻടെക് ആൻഡ് EMI ഫിനാൻസിംഗ് വരുന്നത്. ബജാജ് ഫിൻസർവ് പോലെയുള്ള സ്ഥാപനങ്ങൾ. അവർ രോഗികൾക്ക് പലിശരഹിത തവണകളായി, അതായത് നോ കോസ്റ്റ് EMI ആയിട്ട് പണമടയ്ക്കാൻ അവസരം തരും, അല്ലേ? അതെ. ഇത് വിലകൂടിയ ചികിത്സകൾ സാധാരണക്കാർക്ക് പോലും താങ്ങാനാവുന്ന ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ വ്യക്തമായി. അപ്പോൾ പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുമ്പോൾ ഈ പ്രധാന പോയിന്റുകൾ ഓർത്തുവച്ചാൽ മതി. അതെ. ഒന്ന്, നേരിട്ടുള്ള പണമടയ്ക്കൽ, ഡയറക്റ്റ് പേയ്മെന്റ്. അതിൽ പ്രധാനം ഫീ ഫോർ സർവീസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇതാണ്. 2, തേർഡ് പാർട്ടി പേയ്മെന്റ്. ഇതിൽ സർക്കാർ പദ്ധതികളും CGHS, ESI, പിന്നെ പരിമിതമായ സ്വകാര്യ ഇൻഷുറൻസും വരും. ശരിയാണ്. മൂന്നാമത്തേത് പുതിയ രീതികൾ, എമർജിംഗ് മോഡൽസ്. അതിൽ മെമ്പർഷിപ്പ് പ്ലാനുകളും ഈ EMI സൗകര്യങ്ങളും ഉദാഹരണമായിട്ട് പറയാം. ഈ ചർച്ച ശരിക്കും ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചികിത്സിക്കുമ്പോൾ ഇൻഷുറൻസ് അത്ര വ്യാപകമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ദന്തരോഗ വിദഗ്ധനെന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു നല്ല ചോദ്യമാണ്. നാളെ നിങ്ങളൊരു ക്ലിനിക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ മെമ്പർഷിപ്പ് പ്ലാനുകൾ അല്ലെങ്കിൽ പണമടയ്ക്കാനുള്ള മറ്റു ലളിതമായ വഴികൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതല്ലേ? ശരിയാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ഡോക്ടർക്ക് എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ചുകൂടി നിങ്ങൾ ചിന്തിക്കുക.